ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മക്സൽ ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ മാത്രമല്ല കാണിക്കുന്നത്, എൻ്റെ കുറേ വിശേഷങ്ങളും കൂടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ അങ്ങനെ വിശേഷമൊന്നും പറയാറില്ല, പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ പറയും. കാരണം എപ്പോഴും എല്ലാ വീഡിയോയിലും വീഡിയോ ചെയ്യാത്തത് തിരക്കാണെന്ന് പറയും. തിരക്കെന്താണെന്ന് മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. കുറച്ച് പേർക്കറിയാം, ഷോപ്പിൽ വരുന്നവർക്ക്, അപ്പോൾ വളരെ ചുരുക്കം പേർക്ക്. അപ്പോൾ അവരും എന്താണ് ഇന്നത്തെ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കൊണ്ടു പിന്നെ മറ്റുള്ളവരും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയണതാണ്. എൻ്റെ ഒരു ഹാപ്പി മൊമെൻറ്റ്. എൻ്റെ ഒരു 10-20 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹം. 20 എന്ന് പറയുമ്പോൾ ഒരു 10th കഴിഞ്ഞിട്ട് ഒരു 20, 10th +2 കഴിഞ്ഞിട്ട് 18-20 വർഷമായി. അപ്പം തുടങ്ങിയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മറന്നിട്ടില്ല, ഉള്ളിലുണ്ട്. ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു ചിന്തക്ക് ഇരിക്കണേണ്. അപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് മാസം മുമ്പ്, കുറച്ച് മന്ത് മുമ്പ് ഞാൻ ഫാമിലി ആയിട്ട് ഇരുന്നൊരു ഫിലിം കാണണമായിരുന്നു. അപർണ ബാലമുരളിയും കുഞ്ചാക്കോ ബോബനും പിന്നെ ഒരു വിൻസി അലോഷ്യസ് എന്നാണ് തോന്നുന്നു ഒരു ആക്ട്രസും. ഫിലിമിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫിലിം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാമിലി ആയിട്ട്. ഹസ്ബൻഡുണ്ട്, മോളുണ്ട് കൂടെ. അപ്പോൾ ചുമ്മാ ഹസ്ബൻഡോട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചേ, സ്ക്രീനിലേക്ക് കാണിച്ചിട്ട് ഞാൻ പോയിക്കോട്ടേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ചുമ്മാ ചൊറിയാൻ ചോദിച്ചതാണ്. സാധാരണ നടക്കൂല, സമ്മതിക്കൂല. കുറേ വർഷമായിട്ട് സമ്മതിക്കാത്ത ആൾക്കാർ. അപ്പം എൻ്റെ ഒരു ചുമ്മാ ചോദിച്ചാണ്, വേണ്ടാന്ന് പറയും. അപ്പം എന്തെങ്കിലും തിരിച്ച് പറയാം എന്നൊക്കെ ചുമ്മാ. അപ്പം എന്നോട് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത റിപ്ലൈനോട് പോയിക്കോ ശരിക്കും പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച മറുപടി അല്ലല്ലോ, പോയിക്കോട്ടെ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്ക് കാര്യം പിടിയിട്ട് എന്താണെന്ന്. കാരണം കുറേ നാളായിട്ട് കേട്ടോണ്ടിരിക്കണതാണല്ലോ, കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചില്ല. എൻട്രൻസ് എക്സാം എഴുതി. എനിക്ക് എറണാകുളം ലോ കോളേജിൽ LLBക്ക് 3 ഇയർ LLBക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി പോയി. സന്തോഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം ചിരിയൊന്നുമല്ല, അതിന് ഭയങ്കര ഇമോഷണലായി പോയി. കാരണം ഇത്രയും വർഷത്തായിട്ട് ഞാൻ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും കിട്ടില്ല, ഞാൻ അങ്ങനെ ഒന്നും പോകൂല എന്നൊക്കെ വിചാരിച്ചു കൊടുത്ത് എനിക്ക് ലോ കോളേജിന് മുമ്പിലൂടെയൊക്കെ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടുകൂടി കൊതിയോടുകൂടിയൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ മമ്മൂട്ടി പിന്നെ അങ്ങനെ കുറേ പ്രശസ്തരായ ആളുകളൊക്കെ പഠിച്ചതിൻ്റെ എറണാകുളം ലോ കോളേജിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിച്ചില്ല കിട്ടുമെന്ന്. പക്ഷേ അൽഹംദുലില്ലാ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. നവംബർ 1 ക്ലാസ് തുടങ്ങി. അപ്പോൾ കേരള പിറവിടാന്ന്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളോട് വിശേഷം പറയാമെന്ന് ഓർത്ത്. ഒരു 3 days ഓറിയൻറ്റേഷൻ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ കുറച്ച് പിള്ളേരെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാ ഏജിലുള്ളവരുണ്ട്. ഞാൻ കരുതി ഞാനായിരിക്കും കൂട്ടത്തിൽ വലിയ ഏജ്, ചിലപ്പോൾ എല്ലാം കിഡ്സ് ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്തക്കാണ് ഞാൻ ചെല്ലണത്. പക്ഷേ എല്ലാ ഏജിലും എല്ലാ കാറ്റഗറിയിലുള്ളവരുണ്ട്. ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പോലെ തന്നെ ക്ലാസ്മേറ്റ്സും കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെയുള്ള ആളുകളാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളത്. ഇപ്പോൾ പരിചയപ്പെട്ടവരിൽ തന്നെ ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ വയനാട്, പിന്നെ കാക്കനാട്, കൊടുങ്ങല്ലൂർ, ട്രിവാൻഡ്രം. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഉള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ട് എല്ലാ കാറ്റഗറി എന്ന് പറയുമ്പോൾ എല്ലാ ഏജിലുള്ളവരും ഉണ്ട്. ഞാൻ കരുതിയതുപോലെ ഞാനൊന്നുമല്ല വലിയ ഏജ്. എൻ്റെ പാരൻസിൻ്റെ ഏജ് ഉള്ളവരും ഫാദറിനോട് ഏജ് ഉള്ളവരൊക്കെ ഉണ്ട്. അതായത് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയവർ, ലീവ് എടുത്ത് വന്നവർ, അതിൽ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് കോച്ചിങ് കോളേജിൽ പഠിക്കുമ്പോൾ എടാ വാടാ പോടാ അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ക്ലാസ് ടീച്ചേഴ്സിനെ സാറിനെയും കൂടാതെ സ്റ്റുഡൻസിനെയും കൂടി, അതായത് ക്ലാസ്മേറ്റ്സിനെയും കൂടി സാർ എന്ന് വിളിക്കേണ്ട ഒരു ലെവലാണ്. എല്ലാവരും തന്നെ വളരെയധികം വിവരവും ബുദ്ധിയൊക്കെ ഉള്ള നല്ല ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. പരിചയപ്പെട്ടെടുത്തോളം കുറച്ച് പേരുകൾ ഞാൻ പറയാം. ഒരു ഫസ്റ്റ് പരിചയപ്പെട്ടത് ശരിക്കും ഞാൻ അവിടെ നിന്ന് കോളേജ് സീനിയേഴ്സിനെ പരിചയപ്പെട്ടെടുത്തോളം എല്ലാവരും തന്നെ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ടീംസ് ആയിരുന്നു. സ്റ്റുഡൻസ് എല്ലാം തന്നെ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഇടപഴകിയത്.
ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും ഒരു മോശം പറയാനായിട്ടൊന്നും കണ്ടും കേട്ടൊന്നുമില്ല, കയറിയെടുത്തോളം. പിന്നെ ഒരു പ്രിൻസിപ്പൽ മാം, കാണാൻ നല്ലൊരു സുന്ദരിയായിട്ടുള്ളൊരു മാം, വളരെ നൈസാണെന്നാണ് സ്റ്റുഡൻസും ടീച്ചിങ് സ്റ്റാഫും എല്ലാം പറഞ്ഞത്. കാണുന്നത് പോലെ തന്നെയാണെന്നാണ് ബെറ്റർ. അപ്പോൾ പിന്നെ ഒരു 3 days ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ഒരുപാട് പേര് ക്ലാസ് എടുക്കാൻ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു തലയിലൊക്കെ ഓരോന്നിരിപ്പുണ്ട്. എൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള ആളുകൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ്, പിന്നെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ്, പിന്നെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ, പിന്നെ ഒരുപാട് പേര്, പിന്നെ ഒരു ബോസ്കോ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു മിസ്റ്റർ അഖിൽ. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ ക്ലാസ് എടുക്കാൻ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഓരോ വീഡിയോയിൽ ഇനി പറ്റാവുന്ന പോലെയൊക്കെ ചെറിയ ചെറിയ വിശേഷമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലോ കോളേജിലാണ് ഞാൻ കയറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ കൂടുതലൊന്നും എനിക്കറിയാൻ പാടില്ല. കണ്ടെടുത്തോളം പരിചയപ്പെട്ടിടത്തോളം സന്തോഷം. എല്ലാവരും തന്നെ വളരെ നല്ല ഒരു ആളുകൾ. പണ്ട് കൊച്ചിൻ കോളേജിലായിരുന്നപ്പോൾ ലൈബ്രറി കയറിയിട്ടുണ്ടെങ്കിൽ ഇരുത്തൂല, അപ്പം തന്നെ ആരെങ്കിലും വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകും. ഉറപ്പാണ്, ഫ്രണ്ട്സ് ആരെങ്കിലും, നീ എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇത്തവണ ലോ കോളേജിൽ പോയതിന് ശേഷം ഇതേപോലെ ലൈബ്രറി കയറി. ആക്ച്വലി വളരെയധികം എനിക്ക് തോന്നുന്നല്ല, അവിടെ അവർ പറഞ്ഞത് കേരളത്തിൽ വെച്ച് തന്നെ മികച്ച ലൈബ്രറിയാണ് ലോ കോളേജിലെ ലൈബ്രറി എന്നാണുള്ളത്. ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ ബുക്ക് കളക്ഷൻസ് ആണ് നമ്മുടെ ലൈബ്രറിയിലുള്ളത്. അങ്ങനെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ലൈബ്രറിയെ പറ്റിയുള്ളൊരു ടോക്കൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര ലൈബ്രറി പോയി കയറി. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് കുറച്ച് പേര്, അപ്പോൾ എന്തോ വൺ ഓഫ് മിസ്റ്റർ സുബ്രഹ്മണ്യം ആൻഡ് ഗിരിധർ, അപ്പോൾ കുറേ പേപ്പേഴ്സൊക്കെ എന്തൊക്കെയോ എടുക്കുന്നു, കളക്ട് ചെയ്യുന്നു. ഞാൻ ചോദിച്ചു എന്താണ്, ആദ്യം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ, എന്താണ്, എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യാനുള്ളതാണോ? ഇത് ഫോമൊന്നുമല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന്. ഞാൻ നെട്ടിപ്പോയി. 6 months കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനുള്ള പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫസ്റ്റ് വീക്കിൽ തന്നെ കളക്ട് ചെയ്യണേണ്. ഞാൻ എന്താ പറയുക, പകച്ചു പോയി എന്ന് തന്നെ പറയാം സത്യത്തിൽ. അത്രയും സീരിയസ് ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണ് അവിടെ പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലേസിൽ അതുപോലെയുള്ളവരെ കൂടെ പഠിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഗ്രഹവും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രെയർ ചെയ്യണം. അപ്പം ഇനി നമ്മുടെ സ്ഥിരം ചുരിദാറുകൾ കാണിച്ചു കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു വർക്കുള്ള പാർട്ടി വെയർ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സായി ഇങ്ങനെ ഷോൾ കവർ ചെയ്ത് ഇടുന്ന ആളുകൾ വർക്കുള്ള ഷോൾ കൊണ്ടുപോകാന്ന് പറയുന്നു. അപ്പോൾ ഷോളിലും സ്ലീവിലും മാത്രം വർക്കുള്ള ഒരു ഐറ്റമാണ്. നോക്കിക്കോ, ഫുൾ ഹാൻഡ് വർക്കാണ്. ഈ സ്ലീവിൽ ഫുൾ വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കാണ് കേട്ടോ. ഒരു ഷിമ്മർ ഫാബ്രിക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള പർപ്പിൾ കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ. ബോത്ത് സൈഡും ഹാൻഡ് വർക്കാണ്, ചെറിയൊരു സ്റ്റോൺ വർക്കും, സ്റ്റോൺ ഉൾപ്പെടെയുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ്. ഫസ്റ്റ് വൺ ഒരു ബോട്ടിൽ ഗ്രീന്. ഇതാ നോക്കിക്കോ, സ്ലീവ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു റൗണ്ട് നെക്കിൽ ഹാൻഡ് വർക്ക് ആൻഡ് സ്റ്റോൺ വന്നിട്ടുള്ളത്. വർക്ക് എന്ന് തന്നെ പറയില്ല, അത്ര സിമ്പിളാണ്. ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, കണ്ടോ, ഒരു ഷിമ്മർ ഫാബ്രിക്കാണ് വരുന്നത്. കണ്ടോ, സ്ലീവ് ഫുള്ള് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കണ്ടോ, ഫുൾ സിമ്പിള്, പക്ഷേ സ്ലീവ് ഫുള്ള് ഹെവിയും. ബോട്ടം വരുന്നത് നോർമൽ ബോട്ടമാണ്, പ്ലെയിൻ ബോട്ടമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് L, XL, XXL. ഷോള് സെയിം കളറിലാണ് ബോട്ടം, ടോപ്പ്, ഷോള് എല്ലാം വന്നിട്ടുള്ളത്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് XXL സൈസാണ്. എനിക്ക് XXL വേണ്ട, XL ഇനഫ് ഫോർ മീ. പക്ഷേ ഞാൻ ഇട്ടിട്ടും എനിക്ക് XXL നല്ല ലൂസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ള കസ്റ്റമേഴ്സിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓർഡർ ചെയ്യേണ്ട നമ്പർ 7994603897. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറിലാണ്. നല്ല സെയിം വർക്ക്, സെയിം ഡിസൈന്, ഫാബ്രിക്, സൈസ് എല്ലാം സെയിം തന്നെ, പക്ഷെ കളർ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. വർക്കൊക്കെ സെയിം ആണെങ്കിലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താലല്ലേ അതിൻ്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത് അറിയൂ.
ഏത് കളറാണ് ബെറ്റർ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എനിക്ക് കമൻ്റൊക്കെ വരുന്നത് വളരെ കുറവാണ്, അതുകൊണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഗ്രീന്, പർപ്പിള്, പിന്നെ ഏതാണെന്ന് വെച്ചാൽ കോഫി ബ്രൗൺ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിനുള്ള സ്പെഷ്യൽ പ്രൈസ് 2180 രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത്. ബോട്ടം വരുന്നതും സെയിം ഫാബ്രിക് ആൻഡ് സെയിം കളറിൽ ഷിമ്മർ ഫാബ്രിക്കിൽ കോഫി ബ്രൗൺ കളർ. XXL വരെ ഉള്ളവർക്ക് അടിപൊളി കംഫർട്ടബിൾ ഫിറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പാകിസ്ഥാനി സൽവാർ സെറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഫുള്ള് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ്. പാകിസ്ഥാനി സൽവാർ സെറ്റിൽ വൈറ്റ് കളറിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കിക്കോ, ടോപ്പ് വരുന്നത് ഒരു ചിക്കൻ കറി ഫാബ്രിക്കിൽ സ്റ്റോൺ വർക്കാണ്. ഇതിൻ്റെ ടോപ്പ് വൈറ്റ് കളറിൽ ഒരു ചിക്കൻ കറി ഫാബ്രിക്കിൽ സ്റ്റോൺ വർക്കുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് L, XL, XXL. ബാക്ക് പോർഷൻ ഫുൾ പ്ലെയിൻ ആണ്, ഫ്രണ്ട് പോർഷൻ മാത്രമാണ് വർക്കുള്ളത്. എടുത്തോട്ടെ വേണ്ടേ? ബോട്ടം വരുന്നത് വൈറ്റ് കളറ്. പിന്നെ ഇതിന്റെ ഷോള് വരുന്നത് പാകിസ്ഥാനി സൽവാർ പാകിസ്ഥാനി ഷോളാണല്ലോ. അപ്പോൾ ഇതിന്റെ സിംഗിൾ പീസ് ഷോളുകൾ അവൈലബിൾ ആണ്. മോസ്റ്റ് ഓഫ് ദ പീസസ് സോൾഡ് ഔട്ട്. അപ്പോൾ ഇനി അതിൽ കളേഴ്സ് ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല, റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. അപ്പോൾ ഒരുപാട് പേരായി ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത്. നല്ല അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് L, XL, XXL. ഭംഗിയുള്ള ദുപ്പട്ടയാണ്. റിയൽ മിറർ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൈസ്, ഫുൾ സെറ്റ് പ്രൈസ് വരുന്നത് 1400 രൂപ, 1400. അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത്. വേണമെന്നുള്ള കസ്റ്റമേഴ്സ് വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്തു. 1400 രൂപയ്ക്കാണ്. അതും ഫുൾ റെഡി ടു വെയർ സൽവാർ L to XXL. നെക്സ്റ്റ് കളർ വരുന്നത് ഈ മെറൂൺ കളറിലാണ്. ഇനി ഇതും ഓപ്പൺ ചെയ്യാം. ഓക്കെ, എല്ലാം തന്നെ അടിപൊളി കളേഴ്സാണ് കേട്ടോ. മെറൂൺ കളറും നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യേണ്ടതാണ്. ബോട്ടം സെയിം ആൻഡ് ഷോൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. സാധാരണ കൊണ്ടുവരുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗം വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്ന് ആ ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കണം.